ഗോകർണം. ആ ഒരു പേര് കേൾക്കുമ്പോഴേക്കും ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു സ്ഥലത്തിന്റെ പല പ്രത്യേകതകളാണ് കേട്ടോ കടന്നു വരുന്നത്. കാരണം ചിലർക്കത് അവരുടെ ഹിന്ദു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ഹിന്ദു മതത്തിലെ ഏറ്റവും പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ മഹാബലേശ്വർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗോകർണം. എന്നാൽ ഈ ലോകത്തിലെ പലയിടങ്ങളിലുള്ള ആൾക്കാരും അവർ ഗോകർണത്തെ പറ്റി കേൾക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അവരിവിടേക്ക് വരുന്നതും ഒക്കെ ഗോകർണയിലെ ആ ഒരു 5 ബീച്ചുകൾ കണക്ട് ചെയ്തിട്ടുള്ള ക്ലിഫുകളിലൂടെയുള്ള ആ ഒരു ബീച്ച് ട്രെക്കിംഗ് ചെയ്യാനായിട്ടാണ്. ഇന്ത്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ട്രെക്കിങ്ങുകളിൽ ഒന്നാണ് കേട്ടോ ഗോകർണ ബീച്ച് ട്രെക്കിംഗ്. ഹൈക്കിങ്ങും ട്രെക്കിങ്ങും പോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഗോകർണ ബീച്ച് ട്രെക്കിംഗ് മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കവർ ചെയ്യുന്ന ഒരു 12 കിലോമീറ്ററിൽ നമ്മൾ ബീച്ചിലൂടെയും കാട്ടിലൂടെയും ക്ലിഫുകളിലൂടെയും അങ്ങനെയുള്ള പല ടെറൈനുകൾ നമുക്ക് ഈ ഒരു ട്രെക്കിംഗ് സമ്മാനിക്കുന്നുണ്ട്. മഹാബലേശ്വർ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു ഗോകർണ നഗരം വളർന്നിട്ടുള്ളത്. നമുക്കറിയാം പണ്ട് പരശുരാമൻ മഴുവിറങ്ങി ഉണ്ടാക്കിയതാണ് കേരളം എന്നൊരു ഐതിഹ്യം ഉണ്ടല്ലോ നമുക്കിടയിൽ. പക്ഷേ ആ ഇറങ്ങിയ മഴ വന്ന് പതിച്ച സ്ഥലമാണ് ഗോകർണ എന്നാണ് കേട്ടോ എല്ലാവരും വിശ്വസിക്കുന്നത്. പല ഹിന്ദു പുരാണങ്ങളിലും ഈ ഒരു നഗരത്തെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. കടലിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ പല വെറൈറ്റീസിലുള്ള സീ ഫുഡുകൾ നമുക്ക് ആസ്വദിക്കാനും ഒരു കർണാടക ഗോവൻ മിക്സഡ് ആയിട്ടുള്ള പല കൾച്ചറുകളും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ തെരുവുകളിലൂടെയുള്ള നടത്തം ഗോകർണയിലെ ജീവിതങ്ങളെ നമുക്ക് കൂടുതലായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഗോകർണ ബീച്ച് ട്രെക്കിങ്ങിനെ പറ്റി നാട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇവിടേക്ക് വന്ന് ട്രെക്കിങ്ങുകളൊക്കെ ചെയ്യാന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ സംസാരിക്കാം കേട്ടോ.